നമസ്കാരം രുചികട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെസിപ്പീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 2 റെസിപ്പീസ് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റിവ്യൂ എന്ന് പറയുമ്പോൾ പെയ്ഡ് റിവ്യൂ ഒന്നുമല്ല. നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 2 വർഷം ആകാറായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ചെറിയൊരു റിവ്യൂ പോലെ ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ ഈ എയർ ഫ്രയർ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ വീട്ടിലൊക്കെ വാങ്ങാൻ തുടങ്ങി. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ എയർ ഫ്രയറൊക്കെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും കാലം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണമല്ലോ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്ന്. അപ്പോൾ അതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള എയർ ഫ്രയർ. ഹാവൽസിൻ്റെ എയർ ഫ്രയർ ആണ്. അപ്പോൾ ഇത് എന്താ പറയുക, കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്കാണ്. നല്ല ഒരു നമ്മളെ കിച്ചണിലൊക്കെ നല്ല എന്താ പറയുക, നമ്മളിപ്പോഴൊക്കെ കിച്ചണൊക്കെ എങ്ങനെ ഏറ്റവും മനോഹരമാക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണല്ലോ. അപ്പോൾ ഇത് കിച്ചണിലൊക്കെ വെക്കാൻ പറ്റിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു എയർ ഫ്രയർ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പാർട്സും കാര്യങ്ങളും എന്നൊക്കെ നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കാണുമ്പോൾ ഉള്ളത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് മോഡ്, ടൈമർ ഒക്കെ ഉണ്ട്. ടൈമർ ഉണ്ട്. അപ്പം ടൈമറൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് എത്ര സമയം, കാരണം ഓരോന്നിനും ഓരോ കുക്കിംഗ് ടൈമാണ് വേണ്ടത്. നമുക്ക് ഇതിൽ ബേക്ക് ചെയ്യാം, ഗ്രില്ല് ചെയ്യാം ഒക്കെ ഉണ്ട്. അപ്പം ടൈം എന്തായാലും ഫുഡിൻ്റെ ടൈം വ്യത്യാസമായിരിക്കും, കുക്കിംഗ് ടൈം വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മോഡ് എന്ന് പറയുമ്പം നമ്മൾ എത്രയാണ് നമ്മുടെ ടെമ്പറേച്ചർ വേണ്ടതെന്നുള്ള 200 ഡിഗ്രി വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയാണ് നമുക്ക് വേണ്ടത് ടെമ്പറേച്ചർ നോക്കിയിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അത് സെറ്റാക്കി ഓൺ ഓഫ് ഉണ്ട്, അതും അറിയാലോ. അപ്പം ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് നോക്കാം. ഇനി ഇതിൻ്റെ താഴത്താണ് നമ്മൾ ഇവിടെ വെച്ചാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത കേട്ടോ, അപ്പോൾ പുതിയതുപോലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒരു പാൻ ഉണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനൊരു പാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പാനിൻ്റെ കൂടെ തന്നെയാണ് ഈ ഹാൻഡിൽ വരുന്നത്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനൊരു സെപ്പറേറ്റർ ഉണ്ട്, നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഇപ്പോൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ആ 2 സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ളൂ. വളരെ സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ പിറകു വശം നോക്കിയാൽ ഇതാണ് എയർ ഉള്ളിലോട്ട് പോകുന്നതും അതുപോലെ തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എയർ പുറത്തോട്ട് വരുന്നതായിട്ടുള്ള 2 ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം, എന്താ പറയുക, ഈ ഒരു ഇത്രയും വലിയ ഒരു എയർ ഫ്രയറിലുള്ളൂ കേട്ടോ. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ. ഇപ്പോൾ എയർ ഫ്രയറിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും താഴേക്ക് ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ലിങ്കും ഒക്കെ കൊടുക്കുക. നമ്മൾ വാങ്ങിച്ചിട്ട് കുറച്ചായി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു മെനു വരുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ഫ്രയർ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് റെസിപ്പീസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഈ ഒരു റെസിപ്പി ബുക്കിൽ. പിന്നെ ഇത് പറഞ്ഞല്ലോ, നമുക്ക് ഫ്രൈ ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും ഒക്കെ പറ്റും, ബേക്ക് ചെയ്യാനും ഒക്കെ പറ്റും. നമ്മളിത് വാങ്ങിച്ചപ്പോൾ ഈ ഒരു പാൻ മാത്രമാണ് കിട്ടിയത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് ഈ ഒരു ബേക്കിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഗ്രില്ലിനും ഒക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വെസൽസും പാൻസും ഒക്കെ കിട്ടുന്നതാണ്. നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾക്ക് ഇത് മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് കേക്കും ഒക്കെ ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം. അപ്പോൾ എന്തായാലും നമുക്കൊരു 2 റെസിപ്പി എങ്ങനെയാണ് ഇതിലുണ്ടാക്കുന്നത് നമുക്ക് ഓൺ ചെയ്യുന്നതൊക്കെ കാണണല്ലോ. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതും ടൈമർ സെറ്റ് ചെയ്യുന്നതൊക്കെ കാണണല്ലോ. അപ്പോൾ ആ 2 റെസിപ്പി നമുക്ക് വേഗം പോയിട്ടൊന്ന് കണ്ടുവരാം. അപ്പോൾ ഇന്നത്തെ പഴംപൊരി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ്, അങ്ങനെ അളവായിട്ടൊന്നും പറയുന്നില്ല, 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പോളം പഞ്ചസാര, അതും മധുരത്തിനനുസരിച്ചൊക്കെ മാറുമല്ലോ. പിന്നെ എന്താ, ഏലക്കാപ്പൊടി എടുക്കുന്നുണ്ട്, അതുപോലെ മഞ്ഞളും എടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി. ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പഴംപൊരിക്ക് വേണ്ട മാവ് ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ടു, പഞ്ചസാര, നമ്മളെടുത്ത് വെച്ച മഞ്ഞൾ, ഒരു നുള്ള് മഞ്ഞളിട്ടു, ഏലക്കാപ്പൊടി, എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്യുക. പഴംപൊരി ഉണ്ടാക്കാനൊന്നും ആർക്കും പറഞ്ഞൊന്നും തരണ്ട. പിന്നെ നമ്മൾ ഫ്രയറിലാവുമ്പോൾ ഒന്ന് കാണിക്കണമല്ലോ, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം.
നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ്. ഒരുപാട് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവ് ഇതിൻ്റെ പഴത്തിൻ്റെ മുകളിൽ നിൽക്കില്ല. എണ്ണയിലിട്ട് പൊരിക്കുകയാണെങ്കിലും ഒക്കെ ആ മാവ് അങ്ങ് ഒഴിച്ചു പോകും. അതുകൊണ്ട് കുറച്ച് തിക്കായിട്ട് തന്നെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ മാവ് ഉണ്ടാക്കാം കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പഴം കട്ട് ചെയ്ത്, പഴം എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. കാരണം ചെറിയ വലുപ്പം മതിയെങ്കിൽ ചെറുതായിട്ട്, അല്ല നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം. ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രയറിൽ വെക്കാൻ പോവാണ്. അപ്പം നമ്മൾ 2 പഴം, നല്ല പഴുത്ത പഴം എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. നമുക്ക് നോക്കാം ഇനി എക്സ്ട്രാ ബാറ്റർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിൽ ഞാൻ ഒരു കാര്യം ഇടാൻ മറന്നുപോയതെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇട്ടാൽ മതി, എല്ലാവരും ഇടണമെന്നൊന്നുമില്ല. എന്താണെന്നറിയോ? എള്ള്. അപ്പം കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണാനും ഒരു രസമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കുന്ന സമയത്തും രസമാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ഇതിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. ഒന്ന് ഇത് ഓയിൽ തടവി കൊടുക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ഇതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. അതുകൊണ്ടാണ് ഓയിൽ തടവി കൊടുക്കുന്നത് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് പഴം ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് എത്ര ഡിഗ്രിയിലാണ് വേണ്ടത്, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. 180ലാണ് സെറ്റ് ചെയ്തത് കേട്ടോ. ഇനി അതുപോലെ ടൈമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡി ആവും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് എടുത്ത് നോക്കാം എന്തായി എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ടൈമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പുറത്തോട്ട് എടുത്തിട്ട് നോക്കാം എന്തായി എന്നുള്ളത്. ഒന്നിങ്ങനെ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വലിച്ചാൽ തന്നെ വന്നോളൂ. എന്നിട്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മൊരിയാൻ തോന്നുന്നു, അധികമൊന്നും ആവണ്ട. അപ്പം ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഓയിൽ തടവി കൊടുക്കുകയാണ്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടി വെച്ച് നോക്കാം. 5 മിനിറ്റും കൂടി മതിയായിരിക്കും. നേരത്തെ കണ്ടപ്പോൾ കുറച്ച് ആയതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ 3 മിനിറ്റ് ആയി. നമുക്ക് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, ഒന്നും കൂടെ നോക്കാം. അപ്പോൾ ഇതാ നമ്മളെ പഴംപൊരി, അതായത് എണ്ണയിൽ പൊരിച്ചെടുക്കാത്ത എയർ ഫ്രയറിലുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 8 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ അടിവശം അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊന്നും കുഴപ്പമില്ലല്ലോ, നമ്മൾ എണ്ണയിലൊന്നും അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഹെൽത്തി ആണല്ലോ, നമുക്കത് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി ഉണ്ടല്ലോ, അതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. നമ്മൾ ഫ്രയറിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള മസാലാസൊക്കെ ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് ഒരു ഇറ്റാലിയൻ സീസണിങ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ട്രൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിതിലേക്ക് ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അത്രേ വേണ്ടുള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു 1/4 ടീസ്പൂൺ ഒക്കെ എടുക്കുന്നുള്ളൂ. എരിവൊക്കെ നോക്കിയിട്ട് എടുക്കുക. ഞാൻ ഇറ്റാലിയൻ സീസണിങ് ചേർക്കുന്നതുകൊണ്ട് തന്നെയാണ് അധികം ചേർക്കാത്തത്. പിന്നെ അതിലൊക്കെ ഉപ്പും ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ട് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം അത് ചേർത്തു.
ഇനി ഇറ്റാലിയൻ സീസണിങ് ആണ് ചേർക്കുന്നത്. ഇതിൽ ഒരുവിധം എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതായത് ഒറിഗാനോ ഉണ്ട്, പിന്നെ അതുപോലെ ടൊമാറ്റോ, ഡീഹൈഡ്രേറ്റഡ് ടൊമാറ്റോ, അങ്ങനെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മിക്സഡ് സ്പൈസസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഭയങ്കര ഫ്ലേവറാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഡാർക്ക് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതെടുത്ത് ചേർക്കുന്നൊന്നുള്ളൂ. ഇനി നമ്മൾ സാധാരണ മസാലകളില്ലേ അത് ചേർക്കാം, ഒക്കെ ചെയ്യാം. ഇനി നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നു. മിക്സ് ചെയ്യാം നമുക്ക്. എന്നിട്ട് പിന്നെ എപ്പോഴും മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തു. ഇനി നമുക്കൊരു ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറോടെ വെച്ചിട്ട് നമുക്ക് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാൻ പോവാണ്. നമ്മളിപ്പം 180 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു 20 മിനിറ്റ്സോളം വേണ്ടി വരും കുക്കായി എടുക്കാൻ. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു 10 മിനിറ്റ്സ് വെച്ച് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അഗെയിൻ 10 മിനിറ്റ്സ് വെച്ച് നോക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു വേവ് അനുസരിച്ചിട്ട് കൂട്ടുകയൊക്കെ ചെയ്യാം. നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒലിവ് ഓയിൽ ആക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ബട്ടറോ എന്താന്ന് വെച്ചാൽ ആക്കാം. മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ അത് പോസ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെയും വെക്കുന്ന സമയത്ത് അത് വീണ്ടും സെയിം ടെമ്പറേച്ചറിൽ ബാക്കിയുള്ള റിമൈനിങ് ടൈം വർക്ക് ചെയ്യും. ജസ്റ്റ് ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഇത് സമയമെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓഫായി. ഇനി നമുക്ക് പുറത്തോട്ട് എടുക്കാം. ഇതാ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 റെസിപ്പിയാണ് എയർ ഫ്രയർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്. ഇതൊന്നും അല്ല കേട്ടോ, ഒരുപാട് റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇപ്പം എല്ലാവരും നമ്മുടെ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള നമ്മളെ ഹെൽത്തിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ചിലപ്പം ഡീപ് ഫ്രൈ ഒക്കെ ചെയ്തിട്ട് കഴിക്കാൻ അയ്യോ ഇങ്ങനെ ഇത് അത്ര നല്ലതല്ലല്ലോ എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വൈസ് ആണെങ്കിൽ നമ്മൾ സാധാരണ ഓയിലൊക്കെ ഫ്രൈ ചെയ്യുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഇതിൽ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഏത് തരത്തിലുള്ള നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നതായാലും ബേക്ക് ചെയ്യുന്നതായാലും ഗ്രില്ല് ചെയ്യുന്നതായാലും അതുപോലെയുള്ള ഏത് റെസിപ്പീസ് ആണെങ്കിലും നമുക്ക് ഇതിലും ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫിഷും ഒക്കെ ഫ്രൈ ചെയ്യുമ്പം നമുക്ക് പൊതുവെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. കിച്ചണിൽ നല്ല വീട്ടിൽ മുഴുവൻ സ്മെല്ലായിരിക്കും. പക്ഷെ
ഇതിൽ അങ്ങനത്തെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാകുന്ന വലിയൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നമ്മളിപ്പം കിച്ചണിലേക്കുള്ള ഒരു കാര്യം ആണെങ്കിലും എന്തായിട്ടുണ്ടെങ്കിലും ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എത്രത്തോളം കൺവീനിയൻ്റ് ആണ് ഉപയോഗിക്കാൻ എന്നുള്ളതും അതുപോലെ തന്നെ ഇത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പീസ് എത്രത്തോളം ഹെൽത്തി ആണെന്ന് നമ്മളൊരു പരിധി വരെ നോക്കുന്നതാണ്. ആ ഒരു 2 കാര്യവും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നാണ് എയർ ഫ്രയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ഈ ഒരു എയർ ഫ്രയർ ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 2 വർഷം ആവാറായി. ഒരുപാട് റെസിപ്പീസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ മോശമെല്ലാം തോന്നുന്നു. അപ്പോൾ പിന്നെ എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് പറയാമെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ കുറച്ച് വിഷമമാണ് കേട്ടോ. പക്ഷെ നമ്മളിപ്പം ഒരു 2-3 ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ബെസ്റ്റാണ്. അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ അങ്ങനെ എന്താ പറയുക, ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല, അത്ര ടേസ്റ്റ് ഇല്ല, അങ്ങനെയൊന്നും പറയാനുള്ള ഒരു ഇതില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓയിൽ ഫ്രീ റെസിപ്പീസ് ഒക്കെ തന്നെ അത്രയും ടേസ്റ്റോടുകൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറേ പേര് നെഗറ്റീവ്സ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വലിയ കാര്യമായിട്ട് തോന്നാത്തതാണ്. ഒന്നാമത് ഒരു ബ്ലാക്ക് കളർ മാത്രമേ ഹാവൽസിൻ്റെ ഇതിൽ അവൈലബിൾ ഉള്ളൂ എന്നൊക്കെ പറയുന്നത്, അതൊന്നും പിന്നെ പ്രശ്നമല്ലല്ലോ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം എന്തായാലും എന്താ പറയുക, ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരും അങ്ങനെയുള്ളവർക്കൊക്കെ എന്തായാലും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. ഇപ്പം എല്ലാവരും കുറേ പേരൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം എന്തായാലും ഇത് നല്ലൊരു എയർ ഫ്രയർ തന്നെയാണ് കേട്ടോ, ഈ ഹാവൽസിൻ്റെ. ആർക്കെങ്കിലും വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം, നിങ്ങൾക്ക് റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ്. അപ്പം എന്തായാലും ഇതിൻ്റെ ആമസോൺ ലിങ്കോ മറ്റോ ഉണ്ടെങ്കിൽ ഞാൻ താഴത്ത് കൊടുക്കുന്നതാണ്. പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ, ഇപ്പോഴത്തെ പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ല ഒരുപാട് റെസിപ്പീസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇടയ്ക്കൊക്കെ ഞാൻ കാണിക്കാം, ഇതിലുള്ള റെസിപ്പീസൊക്കെ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.